പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ ആലിഹി സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഓരോ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. മരണം എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം മരണം ഉണ്ടായിരിക്കും. അതിൽ ആർക്കും തന്നെ ഒരു എതിരഭിപ്രായവും ഇല്ല. പക്ഷെ നമ്മൾ ഇന്ന് ജീവിച്ച് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എത്ര നമ്മുടെ പേര് എന്തൊക്കെ അനാചാരങ്ങളാണ് ഇന്ന് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ അനാചാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ സമൂഹം. നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മരിച്ചയാളുടെ 7 കഴിക്കുക, 14 കഴിക്കുക എന്നിങ്ങനെ പല പല വിഭവസമൃദ്ധമായ കല്യാണ വീടുകളെ പോലും വെട്ടിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളാണ് ഇന്ന് മരിച്ച വീട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ നബിമാരോ നമ്മുടെ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളെല്ലാവരും നബിയുടെ ഉമ്മത്തിങ്ങളാണ്. നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കൽപ്പിച്ചു തന്നിട്ടുമൊന്നുമില്ല. അത്രയ്ക്കും അനാചാരങ്ങളാണ് ഇന്നീ ഒരു മരിച്ച വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 കഴിക്കുക, 14 കഴിക്കുക എന്നീ ആണ്ടുകൾ കൊല്ലം വരുമ്പോൾ ആണ്ട് കഴിക്കുക എന്ന അവരുടെ പേരിൽ തന്നെ മരിച്ചയാളുടെ പേരിൽ ഫുഡ് നൽകുക, ഭക്ഷണം നൽകുക. അതവരെല്ലാവരും കഴിച്ച് അവിടെ വർത്തമാനങ്ങൾ പറഞ്ഞ് പിരിയുക. ഇതൊന്നും നമ്മുടെ നബിമാർ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇന്ന് പല പല അനാചാരങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേ കഴിക്കുക, അല്ലെങ്കിൽ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പള്ള കാണാൻ പോകൽ ചടങ്ങ്, അല്ലെങ്കിൽ ആനിവേഴ്സറി ആണെങ്കിൽ വിവാഹ വാർഷികത്തിന് വേറൊരു ചടങ്ങ് എന്നീ പല പല ചടങ്ങുമാണ് ഇന്ന് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തന്നെ അനുവദനീയമല്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ആളുകളെയെല്ലാം വിരിച്ചുകൂട്ടി കേക്ക് കട്ട് ചെയ്ത് എല്ലാം നല്ല ആഘോഷിച്ച് നമ്മുടെ ജനനവും നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും എല്ലാം വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ച് പല പല അനാചാരങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടാണ് അടുത്ത തലമുറ വളരുന്നത്. അവർക്ക് അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിന് തെറ്റില്ല, ഇത് ചെയ്യാമെന്ന് തലമുറകളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കും. ഇതൊന്നും അനുവദനീയമല്ലാത്ത കാര്യങ്ങളാണ്. ആരും ചെയ്തു കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് അനുവദനീയമല്ല. മരിച്ച വീട്ടിൽ നടക്കുന്ന ഈ വിഭവസമൃദ്ധമായ സദ്യകളും കാര്യങ്ങളും ഇതൊന്നും തന്നെ നടത്താൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് നല്ല രീതിയിൽ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് പോകണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിന് നല്ലൊരു മരണത്തിന് വേണ്ടി നമ്മൾ പടച്ചവനോട് ദുആ ചെയ്യുക. വകാനല്ലാഹു ഗഫൂറുർ റഹീമ. അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.